കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയവും അടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ്. കുറ്റ്യാർവാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സെപ്റ്റംബറിൽ നടത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ സർവേ അടുത്തയാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറെക്കാലമായി വിവാദ ചർച്ചയായി നിലനിന്നിരുന്ന കുറ്റ്യാർവാലിയിലെ തോട്ടം തൊഴിലാളികളുടെ പട്ടയ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിയുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി. കുറ്റ്യാർവാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ്. നടപടികൾ വേഗത്തിലാക്കാൻ RRIമാരെ കൂടി ജില്ലാ കളക്ടർ നിയമിക്കും. കുറ്റ്യാർവാലിയിൽ 10 സെന്റ് സ്ഥലം നൽകിയിരുന്ന 770 പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു. 5 സെന്റ് നൽകിയിരുന്ന 2229 പേരിൽ 1849 പേരുടെ പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകി. 842 പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 500 പേർക്ക് മുൻപ് രേഖകൾ നൽകിയിരുന്നു. ഇതിൽ 350 പേർക്ക് മാത്രമേ വാസയോഗ്യമായ ഭൂമി നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കും വാസയോഗ്യമായ ഭൂമി നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചു. പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് 1 മാസക്കാലത്തേക്ക് വാഹനം അടക്കം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ കുറ്റ്യാർവാലിയിലെ പട്ടയം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും മന്ത്രി പറഞ്ഞു. ഈ ജില്ലയിൽ പ്രത്യേകിച്ചും സർവേ നടപടികൾ ഉൾപ്പെടെ വേഗതയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആയിരക്കണക്കിന് പട്ടയങ്ങൾ ഇനി കൊടുക്കാൻ വേണ്ടി കഴിയൂ. അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ ഈ ജില്ലയിലേക്ക് നിയമിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള 30ഓളം സർവേയർമാരെയും വാഹനങ്ങളും ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള പട്ടയ മിഷനിലെ തീരുമാനം എടുത്തു കഴിഞ്ഞു. താൽക്കാലിക ജീവനക്കാരെ അവരെ ജൂലൈ മാസത്തിൽ തന്നെ ജില്ലാ കളക്ടർക്ക് ഇന്റർവ്യൂ നടത്തിയെടുക്കാനുള്ള അനുവാദം കൊടുത്തു. നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കൊട്ടാക്കമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ LA ടീമിനെ ഉപയോഗിക്കാനും ഉത്തരവ് കളക്ടർ പുറത്തിറക്കും. ഡിജിറ്റൽ സർവേ ടീമിന് പ്രത്യേക ക്യാമ്പ് ഓഫീസും വാഹനവും നൽകും. സെറ്റിൽമെന്റ് നടപടികൾ നവംബർ മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം മൂന്നാർ, കുണ്ടള, സാന്റോസ് കോളനിയിലെ 240 പട്ടയ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വാഗുവര SC കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കച്ചേരി, സെറ്റിൽമെന്റ്, അന്തോണിയാർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ചു നൽകിയിട്ടില്ല. ഇത് പരിഹരിക്കുവാനും തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. എല്ലാ നടപടിയിലും കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് സബ് കളക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.